കിണറിൽ നിറയെ വെള്ളമുണ്ട്. പിന്നെ എന്ത് കുടിവെള്ളക്ഷാമമെന്ന് ചോദിക്കരുത്. കാരണം ഉപ്പ് കയറിയതിനാൽ ഈ വെള്ളം കുടിക്കാനാവില്ല. ഒരു തുള്ളി കുടിവെള്ളം കിട്ടണമെങ്കിൽ പണം കൊടുക്കണം. ഈ പ്രതിസന്ധി പുതിയതല്ല, ഓരോ വർഷവും അനുഭവിക്കുന്നതാണ്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ഇത്തവണ ഉപ്പിന്റെ അംശം വെള്ളത്തിൽ കൂടുന്ന പ്രതിഭാസം നേരത്തെ തന്നെ എത്തി. വേനൽ നേരത്തെ കനത്തത് തന്നെയാണ് കാരണം. സാധാരണ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇവർ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നതെങ്കിൽ ഇത്തവണ ഡിസംബർ മുതലേ ദുരിതം അനുഭവിക്കുകയാണ്. ഞങ്ങൾ പൈസക്ക് കൊണ്ട് ഞങ്ങൾ മടുത്ത്. ഇപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, ഈ വെള്ളം കക്കൂസിയിലും കുളിമുറിലല്ലാണ്ട് ഈ വെള്ളം ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ടിന്നിന് 100 രൂപ വരെ കൊടുത്താണ് ഇപ്പോൾ കുടിവെള്ളം വാങ്ങുന്നത്. ഇങ്ങനത്തെ ഒരു വർലീച്ച ഓടിയും വന്നിട്ടില്ല. പൈസ കൊടുത്താൽ വാങ്ങാനുള്ള കഴിവൊന്നുമില്ല മോനെ. എന്നാലും നമ്മളെ വെള്ളം വേണ്ടെന്ന നിലയ്ക്ക് നമ്മൾ വാങ്ങും. പട്ടിണി കിടന്നാലും വേണ്ടിയില്ല. ബേപ്പൂർ മണ്ഡലത്തിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയെങ്കിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായ തീരദേശ മേഖലയിലേക്ക് പദ്ധതി എത്തിയില്ല. മീഡിയ 1 കോഴിക്കോട്.